ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനില്ലേ ഷോറൂമിലൊക്കെ ഒന്ന് പോയതായിരുന്നു സിമ്മിയോണ്ട്. അപ്പോൾ സിമ്മിയോൻ പറഞ്ഞു ഞാൻ ന്യൂസ് ഒന്ന് ഇരുന്ന് കാണാൻ. അപ്പോൾ നമുക്കൊന്ന് ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. ബ്രേക്കിംഗ് ന്യൂസ്: നോർത്താംപ്ടൺ സിറ്റിയിൽ വന്നിരിക്കുകയാണ് സൈറൻ ഹെഡ്. സൈറൻ ഹെഡ് നോർത്താംപ്ടൺ സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും കൊല്ലുകയാണ്. ഇപ്പോഴും അവിടെ എവിടെയായിട്ട് കുറേ ആൾക്കാർ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൈയാണെങ്കിൽ അവരെ വന്ന് രക്ഷിക്കൂ. പിന്നെ ഈ സൈറൻ ഹെഡിനെയും ഒന്ന് കൊന്നു കളയണം, അല്ലെങ്കിൽ ഇവർ ഇനി ആൾക്കാരെ കൊല്ലും. അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? സൈറൻ ഹെഡ് ഇറങ്ങിയേക്കത് നോർത്താംപ്ടൺ സിറ്റിയിൽ. ഷിൻജാനെ, ഇന്ന് നമ്മക്കല്ലേ ഒന്ന് നോർത്താംപ്ടൺ സിറ്റി വരെ പോകണല്ലോ. അണ്ണൻ പോയിക്കോ, ഞങ്ങളില്ല. നിന്നെയാണല്ലെങ്കിലും കൊണ്ടുപോകില്ല. നിന്നെ കൊണ്ടുവന്ന് നിനക്ക് ചിപ്സൊക്കെ വേണ്ടി വരും. ഞാനല്ലെങ്കിലും ഇല്ല അണ്ണാ, ഞാൻ അവിടെ ടി വി കണ്ടോണ്ട്. നിങ്ങൾ ടി വി കണ്ടോ? ഞാനേ പോയി വരാം. ഞാൻ പിന്നെ റീസെൻ്റ് ഒരു പുതിയ കാറൊക്കെ എടുത്തിരുന്നു കേട്ടോ. ആ കാറില്ലേ പുറത്തുണ്ട്. ഞാനില്ലേ ആ കാറൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നാൽ പിഞ്ചാനെ ഞാൻ പോവാട്ടോ. അണ്ണൻ പോയിക്കോ. എന്നാൽ ഞാൻ പോവാട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി വാങ്ങിയ കാറ് ഈ സൂപ്പർ കാറാണ് കേട്ടോ. അടിപൊളി കാറാണ് ഇത്. ഈ ലോസ് ആൻഡോസിൽ ഇപ്പോൾ ആരെടുത്തുമില്ല, എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ ഈ കാർ എടുത്തുകൊണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം. നമുക്ക് നോർത്താംപ്ടൺ സിറ്റി വരെ പോകണം. എൻ്റെ അടുത്തില്ലേ പിന്നെ ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് കേട്ടോ. അതും ഞാൻ ലെസ്റ്ററിൻ്റെ അടുത്ത് ലൊക്കേഷൻ വാങ്ങിങ്ങാണ്ടേ പോയി വാങ്ങിയതാണ് കേട്ടോ. ആ ജെറ്റില്ലേ അതിന് $1 മില്യൺ ഉണ്ട്. ഞാനത് ലെസ്റ്ററിനോട് ചോദിച്ചു. ലെസ്റ്ററിൻ്റെ ഫ്രണ്ടാണ് എനിക്ക് തന്നത്. അവൻ എനിക്ക് $1 മില്യൺ ഇല്ലേ അത് 50 കോടിയാക്കി തന്നു. നല്ലൊരു ജെറ്റാണ്. ഞാൻ നിങ്ങൾക്കില്ലേ ആ ജെറ്റ് കാണിച്ചു തരാം. ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആ ദൂരെ നിങ്ങൾ ജെറ്റ് ഉണ്ടോ? ഇതാണ് എൻ്റെ ജെറ്റ്. നല്ല അടിപൊളി ജെറ്റാണ്. നമുക്ക് ഈ ജെറ്റ് എടുത്താൽ പോവട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ജെറ്റിൻ്റെ ടോപ്പ് സ്പീഡ്. അതിപ്പോൾ വേണ്ട, ഞമ്മക്കേ പിന്നെ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരണ്ട്. ഇത് ബൂസ്റ്റർ ഇല്ലാതെ തന്നെ ഇത് 500-ൻ്റെയും മേലേക്കൊക്കെ പോകും. ഇപ്പം ഞമ്മക്കല്ലേ നേരെ നോർത്താംപ്ടൺ സിറ്റിയിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ നോർത്താംപ്ടൺ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോർത്താംപ്ടൺ സിറ്റിയിൽ പിന്നെ നല്ല തണുപ്പാണ്. പിന്നെ എവിടെ പ്ലെയിനുകൾക്കായിട്ട് ഒരു എയർപോർട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾക്ക് ഏതെങ്കിലും സാധാ ഒരു സ്ഥലത്തുകൊണ്ട് ലാൻഡ് ചെയ്യണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ അല്ലേ നമ്മളെ നോർത്താംപ്ടൺ സിറ്റിയിലേ എനിക്ക് ഇപ്പോഴും വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല. എല്ലാവരും ചിലപ്പോൾ വീട്ടിൽ ഒളിച്ചിരിക്കുക കാരണം. സൈറൻ ഹെഡില്ലേ അവന് വന്നതുകൊണ്ട്. പിന്നെ സൈറൻ ഹെഡില്ല, അവന് രാത്രി മാത്രമേ ഇറങ്ങുള്ളൂ, രാവിലെ ഇറങ്ങൂല. ഇപ്പം ഇവിടെ നേരെ എത്ര മണിയായി? ഇപ്പം ഇവിടെ ഒരു 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ 4 മണിയല്ല, എല്ലാവരും 5-6 മണിയായ പോലെ തോന്നും നിങ്ങൾക്ക്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം അമ്മയ്ക്കില്ലേ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ നമ്മൾ ജെറ്റ് കയറ്റി സൂപ്പർ ജെറ്റ് കയറ്റിങ്ങാണ്ട് കൊണ്ടുപോവാം. പക്ഷേ ഇവിടെ വീടുകളൊക്കെ ലോക്കാണ് കേട്ടോ. അതുകൊണ്ട് അമ്മക്ക് വീട്ടിലേക്ക് ഒന്നും കയറാൻ കഴിയില്ല. ഈ നോർത്താംപ്ടൺ സിറ്റിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പുറത്തിറങ്ങി നടക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു കടയും തുറന്നിട്ടില്ല, ഒരു വണ്ടിയുമില്ല, ഒന്നുമില്ല. ആ സൈറൻ ഹെഡ് കാരണമാണ്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരെ കാരണം. ഞമ്മക്ക് ഇന്ന് സൈറൻ ഹെഡിനെ എന്തായാലും കൊല്ലണം. ഇപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഞാൻ 10 മണിയായി. അപ്പോൾ സൈറൻ ഹെഡ് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞമ്മക്കില്ലേ ഇനി സൈറൻ ഹെഡിനെ എന്തായാലും കൊല്ലണം. സൈറൻ ഹെഡ് എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് സിമിത്തേരിയിലേക്കൊന്ന് ചെന്ന് നോക്കാം. സിമിത്തേരി മാത്രമുള്ള ഹൊററായ ഒരു സ്ഥലം. അവിടെ എന്തായാലും ചിലപ്പോൾ സൈറൻ ഹെഡ് ഫീൽഡ് ഉണ്ടാവും. അപ്പം നമുക്കില്ലേ സിമിത്തേരിക്ക് ഒന്ന് ചെന്ന് നോക്കാം. ഇവിടെ സിമിത്തേരി എവിടെയാണ്? കുറച്ച് മുന്നിലാണ്. അവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കാം. ഇപ്പം നമ്മളേ സിമിത്തേരിയിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. ഞാനില്ലേ സിമിത്തേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് ആരും കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ലൈറ്റ് കത്തുന്നത് എനിക്ക് തോന്നുന്നതില്ലേ നമ്മളെ സൈറൻ ഹെഡില്ലേ എണീറ്റിട്ടുണ്ട് എന്നാണ്.
അതുകൊണ്ട് തന്നെ കാര്യം ചിലപ്പോൾ ഈ ലൈറ്റൊക്കെ കത്തുന്നത്. പക്ഷേ ഇതിന് നേരെ എൻട്രൻസ് കൂടി നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ നമുക്ക് കയറി നോക്കാം. കയറാൻ കഴിയുന്നില്ലല്ലോ. ഇവിടെ ഗേറ്റ് ഓപ്പൺ അല്ലല്ലോ. നമ്മൾ എവിടുന്ന കയറുക? നമുക്ക് ഇതിലാണ് കയറി നോക്കാം. ഇതിലെന്നാലും വൈകി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മളില്ലേ സിമിത്തേരിക്കില്ലേ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈറൻ ഹെഡിനൊന്നും കാണാമല്ലോ കേട്ടോ. എന്താന്നാവോ അവനെനിക്ക് കാണുന്നില്ല. നമുക്കില്ലേ അവിടെ പോയൊന്ന് ഒളിച്ചിട്ട് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് സൈറൻ ഹെഡിനെ കാണാൻ കഴിയും. അവൻ നല്ല ദൂരത്തേക്കാരം. അവൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. അവൻ നമ്മളെ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടില്ല കേട്ടോ. ഓനില്ല, നമ്മളെ കണ്ടാൽ നമ്മൾ കാര്യത്തിൽ എന്തായാലും തീരുമാനമാക്കും. പക്ഷെ നമ്മൾ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവൻ നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. അവന് കണ്ടോ? ഇല്ല. കണ്ടിക്കണേ. ഓടിക്കോ ഫ്രാങ്ക്ലിനെ, ഓടിക്കോ. കണ്ട വഴി വിട്ടോ, അല്ലെങ്കിൽ അവൻ നമ്മളെ കാര്യത്തിൽ തീരുമാനമാക്കും. എനിക്കിവിടെ ഓടാൻ തന്നെ നേരെ കഴിയുന്നില്ല കേട്ടോ. സ്നോ ആയതുകൊണ്ട് ഓടാൻ വയ്ക്കുന്നില്ല. അവന് പിന്നെ ചാടിയാൽ മതി. ഒരു ചാട്ടത്തിൽ തന്നെ എൻ്റെ അടുത്ത് എത്താൻ പറ്റും. പക്ഷെ അവന് ഓടുകയാണ്. റോട്ടിൽ എത്തിയാൽ പിന്നെ ഞാൻ നല്ല സ്പീഡിൽ ഓടും. ഇവിടെ നിന്നാണ്ട് കാര്യത്തിലൊരു തീരുമാനം ഒന്നും ആക്കണ്ട. നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്നുകൊണ്ട് നമ്മൾ വെപ്പൺസ് എടുത്തുകൊണ്ട് നമുക്ക് ഇവരൊന്ന് വെടിവെക്കാം. അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ഒറ്റയടിക്കാൻ അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവന് നമ്മളെ കൊല്ലും. അതിന് മുമ്പേ നമുക്ക് അവനെ കൊല്ലണം. അവന് നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഓനെ നമ്മൾ ഇവിടേക്കേറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഞാനൊന്ന് വെടിയേക്കാം. അവനപ്പം മരിച്ചു വീടിരിക്കാം കേട്ടോ. അവന് പിന്നെ എണീറ്റല്ലോ. നമ്മൾ എന്താ ചെയ്യുക? അവന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവന് നമ്മളെ കണ്ടെടുക്കണേ. നമ്മൾ പക്ഷെ അവനിപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഭാഗ്യം. നമ്മളടുത്ത് RPG ഉണ്ട്, അത് വിട്ടുനോക്കണം. അത് മാത്രമല്ല ഇനി ഈ ഷോർട്ട് ഗൺ എടുത്ത് വെടിവെച്ചിട്ട് ഒരു കാര്യമല്ല. ഷോർട്ട് ഗൺ അല്ല, റെയിൽ ഗണ്ണ്. ഇനി നമുക്കില്ലേ നമ്മൾ RPG ഒന്ന് വിട്ടുനോക്കാം. RPG കൂടി എൻ്റെ അടുത്ത് നല്ലൊരു തോക്കുള്ളൂ. ഇത് പിന്നെ അൺലിമിറ്റഡ് ആണേ. നമ്മളടുത്ത് പിന്നെ മൊളോട്ട ഉണ്ടല്ലോ. നമുക്ക് ഈ മൊളോട്ട എടുത്തുകൊണ്ട് ആ സൈറൻ ഹെഡിന് മേത്തൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് പോയി കണ്ടിടാം. അവൻ മരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോഴും സൗകര്യം ഉണ്ടാവില്ല. നമുക്ക് അവൻ്റെ മേത്തേക്ക് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ മൊളോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അവന് മരിച്ചിക്കണ്. എനിക്കറിയില്ല അവൻ അഭിനയിക്കുകയാണോന്നാവോ. അഭിനയിക്കുക കാരണം അല്ല കേട്ടോ, അവൻ മരിച്ചിരിക്കുന്നു. നമുക്കൊരു RPG കൂടി ഫൈനലായി ഒന്ന് ഇട്ട് കൊടുക്കാം. അവൻ മരിച്ചിരിക്കണം. അവൻ എണീക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം എണീച്ചിക്കാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണ്ടേന്. അപ്പം ഞമ്മക്കില്ലേ ഇനി ഇവിടുന്ന് പോവാം. നമ്മളെ പ്ലെയിൻ അവിടെ ഉണ്ട്. എൻ്റെ അമ്മച്ചി തലടിച്ച് വീണു. ഒന്നും പറ്റിയിട്ടില്ല. നമ്മളെ പ്ലെയിന് പിന്നെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ പ്ലെയിൻ എടുത്തുകൊണ്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം. ഷിൻചാനും മിഞ്ചാനും അവിടെ TV കാണുന്നുണ്ടാവും. നമ്മൾ പ്ലെയിൻ എവിടെ നമ്മൾ നിർത്തിയത്? എവിടെ? അവിടെ മുന്നിലാണ് നമ്മൾ നിർത്തിയിരുന്നത്. അപ്പം നമ്മക്കില്ലേ നമ്മളെ പ്ലെയിൻ എടുത്തുകൊണ്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം. ഇവിടെ പിന്നെ നല്ല തണുപ്പാണ്. ലോസ് ആൻഡോസ് സിറ്റിക്ക് തന്നാൽ പിന്നെ നല്ല ചൂടേക്കാരം. അപ്പം അല്ലേ നമുക്കൊരു ദിവസം ഷിൻചാനും മിഞ്ചാനും ആയിട്ടില്ലേ ഇവിടേക്കൊന്ന് വരണുണ്ടോ? നമുക്ക് ഒരാഴ്ച ഇവിടെ അടിച്ചു പൊളിക്കാം. നമുക്കില്ലേ ഇനി ഇവിടുന്ന് നേരെ നമ്മളെ ലോസ് ആൻഡോസ് സിറ്റിക്ക് പോവാൻ കേട്ടോ. ഇപ്പം നമ്മൾ ഈ ലോസ് ആൻഡോസ് സിറ്റിക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ലോസ് ആൻഡോസ് സിറ്റിക്ക് എത്താനായിട്ടുണ്ട്. 2 മണിക്കൂറും കൂടി കഴിഞ്ഞ് നമ്മൾ എത്തും. അപ്പം നമ്മൾ ലോസ് ആൻഡോസ് സിറ്റിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എയർപോർട്ടിൽ കൊണ്ടുപോയി പ്ലെയിനെ ലാൻഡ് ചെയ്യാം. അപ്പോൾ എയർപോർട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇത് ആരുതാണ് ഈ കാല്? ആരുതാ? നമുക്കൊന്ന് നോക്കാം. വലിയ കാലാ. ഇത് സൈറൻ ഹെഡ് ഫീൽഡ് ആണല്ലോ. ഇവനെ ഞാൻ അവിടെ വെച്ച് കൊന്നതല്ലേന്നില്ല. ഇവനെങ്ങനെ പിന്നെ എണീറ്റത്? എങ്ങനെയെന്നാവോ? നമ്മക്കില്ലേ ഇനി ഈ പ്ലെയിൻ അവിടെ കൊണ്ടുപോയിങ്ങാണ്ട് ഒന്ന് കുത്തിക്കാം. ഇന്ന് ചിലപ്പോൾ ഇവനും അതിൻ്റെ ഒപ്പം മരിക്കും. അതിൻ്റെ ഒപ്പം ഞാനും മരിക്കും. പക്ഷെ ഞാനേ അത്ര വേഗം മരിക്കില്ല. നമുക്കൊന്ന് ക്രാഷ് ചെയ്യാം. എൻ്റെ അമ്മച്ചി, എൻ്റെ അടുത്തൊരു തീരുമാനമല്ലോ. അപ്പം അല്ലേ ഇതുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം.